നമസ്കാരം. മണിപ്പൂരിൽ ഉടൻ പുതിയ സർക്കാർ. NDA MLA-മാർ രാജ്യ തലസ്ഥാനത്ത് നിർണായക നീക്കവുമായി കേന്ദ്ര നേതൃത്വം. മണിപ്പൂരിൽ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രപതി ഭരണത്തിനും ഒടുവിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാകുന്നു. സംസ്ഥാന ഭരണകക്ഷിയായ NDA-യിലെ MLA-മാരും സഖ്യകക്ഷികളുടെ നേതാക്കളും BJP സംസ്ഥാന അധ്യക്ഷയും അടിയന്തരമായി ദില്ലിയിലെത്തി. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രപതി ഭരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് BJP കേന്ദ്ര നേതൃത്വം നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഫെബ്രുവരി 12-നാണ് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് ജനകീയ സർക്കാർ പുനഃസ്ഥാപിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. മുൻ മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദില്ലിയിലെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 60-അംഗ നിയമസഭയിൽ BJPക്ക് മാത്രം 32 അംഗങ്ങളുണ്ട്. സഖ്യകക്ഷികളായ NPP, JDU, NPF, KPA എന്നിവർക്ക് പുറമെ 3 സ്വതന്ത്രരുടെയും പിന്തുണ NDAയ്ക്കുണ്ട്. 31 ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ എന്നതിനാൽ സർക്കാർ രൂപീകരണത്തിന് നിലവിൽ സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. 2023 മെയ് 3-ന് പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തെ തുടർന്നാണ് മണിപ്പൂർ കടുത്ത പ്രതിസന്ധിയിലായത്. സംഘർഷങ്ങളിൽ ഇതുവരെ 260-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 60,000-ഓളം ആളുകൾ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. കലാപം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനങ്ങൾക്കിടെ 2025 ഫെബ്രുവരി 9-നാണ് മുഖ്യമന്ത്രിയായിരുന്ന N ബിരേൻ സിംഗ് രാജിവെച്ചത്. ഇതിന് പിന്നാലെ ഫെബ്രുവരി 13-ന് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുമായി. സംസ്ഥാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കുക്കിസോ വിഭാഗത്തിൽ നിന്നുള്ള MLA-മാരെയും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയേക്കാമെന്നാണ് സൂചന. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിനു ശേഷം പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും സർക്കാർ രൂപീകരണത്തിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.